വിശുദ്ധ യൗസേപ്പിന്റെ വണക്കമാസം 28-ാം തീയതി ദൈവത്തിന് പ്രീതിജനകമാണ്. നാം വിശുദ്ധന്മാരെ ബഹുമാനിക്കുന്നത് ദൈവ സംപ്രീതിക്ക് കാരണഭൂതമാണ്. ദൈവം അവിടുത്തെ വിശുദ്ധന്മാരിലൂടെ മഹത്വം പ്രാപിച്ചിരിക്കുന്നുവെന്ന് വത്തിക്കാൻ സുനാഹാദോസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിശുദ്ധന്മാരെ ബഹുമാനിക്കുന്നത് ദൈവമഹത്വത്തിന് പ്രതിബന്ധമാണെന്നോ അഥവാ ദൈവാരാധനയ്ക്ക് അനുയോജ്യമല്ലെന്നോ ഉള്ള ധാരണ ചിലർക്കുണ്ട്. അത് തികച്ചും അടിസ്ഥാനരഹിതമാണ്. വിശുദ്ധന്മാരെ ബഹുമാനിക്കുന്നത് ദൈവാരാധനയ്ക്കും ദൈവമഹത്വത്തിനും കൂടുതൽ സഹായമത്രേ. മറ്റെല്ലാ വിശുദ്ധന്മാരിലുപരിയായി ദേവജനനിയെയും മാർയൗസേപ്പിതാവിനെയും സ്തുതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് ദൈവത്തിന് കൂടുതൽ സംപ്രീതജനകമാണ്. ഒരു രാജ്യത്തിലെ രാജാവിനെയോ പ്രസിഡന്റിനെയോ പ്രധാനമന്ത്രിയെയോ നാം ബഹുമാനിക്കാറുണ്ട്. അവരോടുള്ള ബഹുമാനോദകമായി അവരുടെ മാതാപിതാക്കളെയും നാം ബഹുമാനിക്കും. അഥവാ അവരുടെ മാതാപിതാക്കന്മാർക്ക് നാം നൽകുന്ന ബഹുമതി അവർക്ക് തന്നെ നൽകുന്നതായി പരിഗണിക്കുന്നു. ഇതുപോലെ തന്നെ ദൈവമാതാവിനോടും മാർയൗസേപ്പിതാവിനോടും നമുക്കുള്ള ഭക്ത്യാദരങ്ങൾ ദൈവത്തിനു തന്നെ നൽകുന്നതിനായി അവിടുന്ന് അംഗീകരിക്കുന്നതാണ്. മറ്റു വിശുദ്ധന്മാരോട് നാം പ്രദർശിപ്പിക്കുന്ന വണക്കത്തെ ദൈവം അത്ഭുതങ്ങളിലൂടെ അംഗീകരിക്കുന്നു. നേപ്പിൾസിലെ ദേവാലയത്തിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നതും കട്ടിയായിരിക്കുന്നതുമായ വിശുദ്ധ ജാനുവരിയൂസിന്റെ രക്തം തൻ്റെ തിരുനാളിൽ അദ്ദേഹത്തിൻ്റെ ഛേദിക്കപ്പെട്ട ശിരസിൻ്റെ അടുത്ത് കൊണ്ടുവരുമ്പോൾ അത്ഭുതകരമായി ദ്രാവകരൂപം പ്രാപിക്കുന്നു. ഇപ്രകാരം അനേകം അത്ഭുതങ്ങൾ വിശുദ്ധന്മാരോടുള്ള ഭക്തി അംഗീകരിച്ചുകൊണ്ട് ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. അപ്രകാരമെങ്കിൽ ദൈവമാതാവായ പരിശുദ്ധ കന്യയെയും അവിടുത്തെ വിരക്ത ഭർത്താവായ മാർയൗസേപ്പിനെയും ബഹുമാനിക്കുന്നത് ദൈവം എത്ര കൂടുതൽ അംഗീകരിക്കുകയില്ലേ? സ്വർഗസ്നായ പിതാവ് അവിടുത്തെ അനുഗ്രഹദണ്ഡകാരം മാർയൗസേപ്പിതാവിൻ്റെ സൂക്ഷത്തിലാണ് ഭാരമേൽപ്പിച്ചിരിക്കുന്നത്. മാർയൗസേപ്പ് ഈ ലോകത്തിൽ പിതാവായ ദൈവത്തിൻ്റെ സ്ഥാനം വഹിച്ചിരുന്നു. പുത്രനായ ദൈവത്തിൻ്റെ വളർത്തുപിതാവ്, പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയുടെ വിരക്ത ഭക്താവ് എന്നീ വിവിധ നിലകളിൽ വിശുദ്ധ യൗസേപ്പും ബഹുമാനവും വണക്കവും അർഹിക്കുന്നു. അത് നാം നൽകുമ്പോൾ വിശുദ്ധ ത്രിത്വത്തിലെ 3 വ്യക്തികളും മഹത്വീകരിക്കപ്പെടുന്നു. പിതാവായ ദൈവം നമ്മുടെ വന്ധ്യപിതാവിൻ്റെ അവിടുത്തെ ഭൂമിയിലെ പ്രതിനിധിയായും പുത്രനായ ദൈവം വളർത്തുപിതാവായും പരിശുദ്ധാത്മാവ് അവിടുത്തെ ദൈവമണവാട്ടിയുടെ കാവൽക്കാരനായും സ്നേഹിക്കുകയും മഹത്വപ്പെടുകയും ചെയ്യുന്നുണ്ട്. പരിശുദ്ധ കന്യാമറിയം കഴിഞ്ഞാൽ മാനവകുലത്തിൽ നിന്ന് ദൈവം ഏറ്റവും കൂടുതലായി സ്നേഹിക്കുന്നത് മാർയൗസേപ്പ് പിതാവിനെയാണെന്ന് നിസ്സംശയം പറയാവുന്നതാണ്. നീതിമാന്റെ പ്രാർത്ഥനകൾ ദൈവം സ്വീകരിക്കുക ഔചിത്യപൂർണമാണെന്ന് വിശുദ്ധ തോമസ് അക്രീനാസ് അഭിപ്രായപ്പെടുന്നു. നീതിമാന്മാരിൽ സർവരാലും സമാധാരണീയനാണ് മാർ ഔസേപ്പ് എന്നുള്ളത് വ്യക്തമാണല്ലോ. വിശുദ്ധി ദൈവവുമായിട്ടുള്ള വൈകാരിക ബന്ധമാണ്. ക്രിസ്തുവിലൂടെ ദൈവവുമായുള്ള അഭിമുഖീകരണമത്രേ. അത് മാർ യൗസേപ്പ് ഏറ്റവും ഉന്നതമായ വിധത്തിൽ നിർവഹിച്ചു. സംഭവം: ഒരിക്കൽ ഫ്രാൻസിൽ കാസ എന്ന പട്ടണത്തിൽ അധ്വാനശീലനായ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. മതപരമായ കാര്യങ്ങളിൽ തികഞ്ഞ അനാസ്ഥയാണ് അയാൾ പുലർത്തിയിരുന്നത്. ദൈവപ്രമാണങ്ങൾ ലംഘിച്ച് കുദാശകൾ സ്വീകരിക്കാതെ മൃഗസാദൃശ്യനായ
അയാൾ ജീവിച്ചു. അയാളുടെ ഭാര്യ യൗസേപ്പ് പിതാവിൻ്റെ ഒരു തികഞ്ഞ ഭക്തിയായിരുന്നു. അതിനാൽ ഭർത്താവിൻ്റെ മനപരിവർത്തനത്തിനു വേണ്ടി മാർ യൗസേപ്പ് പിതാവിൻ്റെ സന്താപ സന്തോഷങ്ങളെ ധ്യാനിച്ചു കൊണ്ട് 7 ബുധനാഴ്ചകളിൽ പ്രാർത്ഥിച്ചു. 7-ാം ദിവസം അവളുടെ ഉപകാരിണിയായ ഒരു കുലീന സ്ത്രീ നൽകിയ മാർ യൗസേപ്പ് പിതാവിൻ്റെ സ്വരൂപം കയ്യിൽ വഹിച്ചുകൊണ്ട് ഈ വന്യപിതാവിനെ അനുകരിച്ച് ഉത്തമ ക്രിസ്തീയ ജീവിതം നയിക്കുവാനുള്ള ആഹ്വാനം നൽകി. സാധാരണ വിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കോപാവേശത്തോടെ അവളെ കുറ്റപ്പെടുത്താറുണ്ടായിരുന്ന ഭർത്താവ് സൗമ്യമായുള്ളവനും ശാന്തശീലനുമായി. ഭർത്താവിൻ്റെ ഭാവപകർച്ചയിൽ അവൾ അതീവ സന്തുഷ്ടയായി. താമസിയാതെ അയാൾ പാവസങ്കീർത്തനം നിർവഹിച്ചു. ഒരു പുതിയ ജീവിതം നയിക്കുവാനും വിശുദ്ധ ഔസേപ്പിനോടുള്ള അവളുടെ ഭക്തി ഇടയാക്കി. ജപം. സ്വർഗസ്നായ പിതാവേ, അങ്ങേ വിശ്വസ്ത ശുശ്രൂഷയായ മാർ യൗസേപ്പിനെ അങ്ങ് മഹത്വപ്പെടുത്തുവാൻ തിരുമനസ്സായി. ഞങ്ങൾ ആ പുണ്യ പിതാവിനെ പുത്രർക്ക് അനുയോജ്യമായ വിധം ബഹുമാനിക്കുന്നതിന് അവിടുത്തെ സംതൃപ്തിക്കും നിദാനമാണെന്ന് ഞങ്ങൾക്കറിയാം. മാർ യൗസേപ്പ് പിതാവിനെ അനുകരിച്ച് ഞങ്ങളും അനുദിനം ജീവിതത്തിൽ അവിടുത്തെ ഹിതം മാത്രം അനുസരിച്ച് ജീവിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ. മാർ യൗസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മാധ്യസ്ഥം വഹിച്ച് ഉത്തമമായ ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിനും അപ്രകാരം അവിടുത്തെ മക്കളാണെന്ന് പ്രഖ്യാപിക്കുന്നതിനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞവരെയുമേ സുസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെടലാവുന്നു. അങ്ങയുടെ ദുരിതത്തിൻ ഫലമായി ഈശോ അനുഗ്രഹപ്പെടലാവുന്നു. പരിശുദ്ധമേ തമ്പുരാനുമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിലെ പോലെ ഇപ്പോഴെപ്പോഴും എന്നേക്കും. ആമീൻ. ലുത്തിനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗ്ഗസ്നായ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറയുക. ലോകരക്ഷകനായ ക്രിസ്തുവേ, പരിശുദ്ധാത്മാവേ, ഏകദേവമായ പരിശുദ്ധമേ, വിശുദ്ധ മറിയമേ, വിശുദ്ധ യൗസേപ്പേ, ദാവീദിന്റെ വിശിഷ്ട സന്താനമേ, ഗോത്രപിതാക്കളുടെ പ്രകാശമേ, ദേവജനയുടെ ഭർത്താവേ, പരിശുദ്ധ കന്യയുടെ നിർമ്മലനായ കാവൽക്കാര, ദൈവകുമാരന്റെ വളർത്തുപിതാവേ, മിശിഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക, തിരുക്കുടുംബത്തിന്റെ നാഥനെ, എത്രയും നീതിമാനായ വിശ്വാസപ്പേ, മഹാവിരക്തനായ വിശ്വാസപ്പേ, മഹാവിവേകിയായ വിശ്വാസപ്പേ, മഹാധീരനായ വിശ്വാസപ്പേ, അത്യന്തം അനുസരണമുള്ള വിശ്വാസപ്പേ, മഹാവിശ്വസ്തനായ വിശ്വാസപ്പേ, ക്ഷമയുടെ തർപ്പണമേ, ദാരിദ്ര്യത്തിന്റെ സ്നേഹിത, തൊഴിലാളിയുടെ മാതൃകയെ, കുടുംബജീവിതത്തിന്റെ അലങ്കാരമേ, കന്യകളുടെ സംരക്ഷക, കുടുംബങ്ങളുടെ ആദരമേ, നിർഭാഗ്യരുടെ ആശ്വാസമേ, രോഗികളുടെ ആശ്രയമേ, മരണാവസരിക്കുന്നവരുടെ മധ്യസ്ഥ, പിശാചുക്കളുടെ പരിഭ്രമമേ, തിരുസഭയുടെ പാലക, ഭൂലോകഭാഗങ്ങൾ നിൽക്കുന്ന ദൈവജംരാട്ടി കൂട്ടിയിരിക്കുന്ന ഈ സുതമ്പുരാനെ, കർത്താവേ ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ. ഭൂലോകഭാഗങ്ങൾ നിൽക്കുന്ന ദൈവജംരാട്ടി കൂട്ടിയിരിക്കുന്ന ഈ സുതമ്പുരാനെ, കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോകഭാഗങ്ങൾ നിൽക്കുന്ന ദൈവജംരാട്ടി കൂട്ടിയിരിക്കുന്ന ഈ സുതമ്പുരാനെ, കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവം അദ്ദേഹത്തെ തന്റെ ഭവനത്തിന്റെ അധികാരിയായി നിയമിച്ചു, തന്റെ സകല സമ്പത്തുകളുടെയും നായകനുമാക്കി. പ്രാർത്ഥിക്കാം. അത്യന്തം നിർമ്മലയായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ യൗസേപ്പിനെ തെരഞ്ഞെടുത്ത ദൈവമേ,
ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായ അദ്ദേഹത്തെ നിയമിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പിതാവിന്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ആമേൻ. സുഹൃത ജപം. ഈശോയുടെ സ്നേഹമുള്ള വളർത്തുപിതാവായ വിശുദ്ധ യൗസേപ്പെ, ഈശോയെ സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ.